ഇത് ഞാൻ തലേദിവസം രാത്രിയിൽ കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ടിട്ടേക്കുന്ന അരിയാണ്. ഇപ്പോൾ രാവിലെയാണ്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുത്തരിയാണ്. പുഴുക്കലരി, ഏത് ടൈപ്പ് പുഴുക്കലരി എടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കുന്ന വെള്ളരിയോ ഏതരി വേണമെങ്കിലും എടുക്കാം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിരണം കേട്ടോ. നന്നായിട്ട് കുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വാരിയിട്ട് ഇതേപോലെ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ പൊടിച്ചെടുക്കാം, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 2 കൈപ്പിടികളൊക്കെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒന്നാമത് പുഴുക്കലരി ആയതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്. പച്ചരി പോലെ അത്ര പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല. ഒരുപാട് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കറങ്ങൂല, പെട്ടെന്ന് തന്നെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു പകുതി ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇത് ഈ പുഴുക്കലരി ആയതുകൊണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യം പൊടിക്കുമ്പോഴും അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും ഒന്നും കൂടി കറക്കിയെടുക്കണം. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ പിടിക്കും. ഇതാ ഈ ഒരു രീതിയിൽ ചെറിയൊരു തരി വേണം. പുട്ടുപൊടിയുടെ ആ ഒരു രീതിയിൽ തന്നെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിലാണ്. നനവൊക്കെ കറക്റ്റാണ് കേട്ടോ. നമുക്ക് പുട്ടുപൊടി ഇങ്ങനെയാണല്ലോ, ഉരുട്ടുമ്പോൾ ഉരുണ്ട് കിട്ടണം, പൊടിച്ചാൽ പൊടിഞ്ഞ് വീഴണം. അപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ചെരുവത്തിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് പുട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറ്റിയിലേക്ക് ആദ്യയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു പകുതി പൊടി ഇട്ട് കൊടുക്കുക. ഞാനിത് 2 കഷ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ 3 കഷ്ണമാണെങ്കിൽ ഒരു 2 പ്രാവശ്യം തേങ്ങ ഇട്ട് കൊടുക്കണം ഇടയ്ക്ക്. ഞാൻ ഇടയ്ക്ക് നടുഭാഗത്താണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി മുകൾ ഭാഗത്തേക്കും കൂടി തേങ്ങ വെക്കാം. ഇനി നമുക്കൊന്ന് അടച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് ആവിയിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേ താമസം തന്നെ കേട്ടോ. അതേപോലെ തന്നെ ആവി വന്നു കഴിയുമ്പോൾ തന്നെ അത് വെന്തോളും. പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പുട്ട് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചരിയും കൊണ്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, നമുക്ക് വറുക്കണ്ട, കുഴക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എൻ്റെ ചാനൽ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.